ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. തദ്ദേശ ഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ, ജില്ലാ കളക്ടർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ, കോർപ്പറേഷൻ സെക്രട്ടറി, കെൽസ സെക്രട്ടറി എന്നിവരും ഇവിടെ എത്തും. അതേസമയം മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള ശ്രമം ഇന്നും തുടരുകയാണ്. ഇനിയൊരു ബ്രഹ്മപുരം ആവർത്തിക്കാതിരിക്കുന്നതിനായി ജില്ലയിലെ മാലിന്യ സംസ്കരണം സുഗമമാക്കാനുള്ള സമഗ്ര കർമ്മ പദ്ധതി അതിവേഗം നടപ്പിലാക്കുമെന്ന് മന്ത്രി പി രാജീവ്. മാലിന്യ സംസ്കരണത്തിനായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം നിലവിലുള്ള നിയമങ്ങൾ ശക്തമാക്കിയാണ് കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവ പ്രകാരമുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. ഏപ്രിൽ 10 മുഴുവൻ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വലിയ അഴിമതി നടന്നതായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഭവത്തിൽ ഇതുവരെ ഒരു FIR പോലും ഇട്ടിട്ടില്ല. മുഖ്യമന്ത്രി നാടുവിട്ടു പോയോ എന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്ത് നടന്ന ഒരു വലിയ അഴിമതിയാണ് ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഗുരുതരമായ ഈ അഴിമതി അന്വേഷിക്കണം. ഇത് പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്നാണ് ആളുകൾ ഇത് പറയുന്നത്. ഒരു FIR പോലും ഇടാൻ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇതുവരെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം നാട് വിട്ടുപോയോ?